ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ മഴയായതുകൊണ്ട് തന്നെ തിരക്കുകളൊക്കെ കുറവാണെന്ന് പറഞ്ഞെങ്കിലും നമുക്കൊരു സമാശ്വാസത്തിനുള്ള ഡേ ആണ് ഇന്ന്. 1 kg കേക്കുകളാണ് കേട്ടോ നമുക്കിന്ന് കൂടുതലും കൊടുക്കാനുണ്ടായിരുന്നത്. ബേസ് ഒക്കെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്ലേസ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഫസ്റ്റ് റെഡ് കളറിൽ നമ്മൾ ഫിനിഷ് ചെയ്തത് ഒരു സ്പൈഡർമാൻ തീം കേക്ക് ആയിരുന്നു. രണ്ടാമത്തെ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ട്രഫിളാണ്. മൂന്നാമത്തെ ഒരു വൈറ്റ് ചോക്ലേറ്റ് ട്രഫിളും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ ഒരു കേക്കിൻ്റെ കൂടെ നമുക്ക് കൊടുക്കാനായിട്ട് 5 കപ്പ് കേക്കിൻ്റെ ഓർഡറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ലെയർ ആയിട്ട് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഫില്ലിംഗ് ആയിട്ട് പ്രലൈനും കൂടെ കൊടുക്കുന്നുണ്ട്. സാധാരണ കപ്പ് കേക്കുകൾ പോലെ മുകളിലെ ഫ്രോസ്റ്റിംഗ് മാത്രം പോരാ, ഉള്ളിലും കൂടെ എന്തെങ്കിലും ഫ്ലേവർ ആയിട്ടുള്ളത് ചെയ്യണമെന്നുള്ളത് അവരുടെ ഒരു ഡിമാൻഡ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മളത് അങ്ങനെ തന്നെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. അപ്പം മുകളിലത്തെ ലെയറും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ക്രീം വെച്ചൊരു ഫിനിഷിങ് കൊടുക്കാം. സാധാരണ കപ്പ് കേക്കുകൾ ചെയ്യുമ്പോഴാണെങ്കിലും ജസ്റ്റ് ഒരു ഹോൾ ഇട്ടിട്ട് അതിലൊന്ന് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് കൂടും. ലൈറ്റ് പിങ്കും ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളറും കൂടെ ആയിരുന്നു നമ്മൾ കേക്കിന് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു സെയിം പാറ്റേണിലാണ് നമ്മൾ ഇതിൻ്റെ മേളിലത്തെ ഫ്രോസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ ഒരു പാറ്റേണിലാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് സെറ്റ് ചെയ്യുന്നത്. യൂഷ്വലി ഫസ്റ്റ് ബർത്ത്ഡേ കേക്കുകളുടെ കൂടെയൊക്കെയാണ് ഒരു 5 or 6 കപ്പ് കേക്കുകളുടെ ഓർഡറുകളൊക്കെ നമുക്ക് വരാറ്. ഇതൊരു നോർമൽ 1 kg കേക്കിൻ്റെ കൂടെ ആയിരുന്നു ഓർഡർ വന്നിരുന്നത്. അപ്പോൾ ആ കേക്കിൻ്റെ കളറും ഒരു പിങ്ക് ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് നമ്മൾ ചെയ്തിരുന്നത്. സെയിം കളറിൽ തന്നെ ഈ ഒരു കപ്പ് കേക്കും ഫിനിഷ് ചെയ്യണം എന്നുള്ളതായിരുന്നു അവരുടെ കണ്ടീഷൻ. അപ്പോൾ ബാക്കിയുള്ള കേക്കുകൾ നമ്മൾ ഫിനിഷ് ചെയ്ത് റൈറ്റിംഗ് ഒക്കെ എഴുതി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊരു നട്ടി ബബിൾ കേക്ക് ആയിരുന്നു. അപ്പോൾ ഇതും നമുക്ക് ഉച്ചക്ക് മുമ്പ് ഡെലിവറി കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ കേക്കിൻ്റെ കൂടെയാണ് നമുക്ക് കപ്പ് കേക്കും ഡെലിവറി കൊടുക്കാനുള്ളത്. ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഒരു സ്പൈഡർമാൻ തീം കേക്കാണ്. അപ്പോൾ ഇതൊരു ബേസ് മോഡലാണ്. നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് സ്പൈഡർമാൻ തീം കേക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. വൈറ്റ് ചോക്ലേറ്റ് ട്രഫിളിൽ കുറച്ച് റെഡ് കളർ ആഡ് ചെയ്തിട്ടാണ് ഇത് ഗ്ലേസ് ചെയ്തെടുത്തത്. ദെൻ ഇതിൻ്റെ മേളിൽ നമ്മൾ വല വരക്കാനായിട്ട് യൂസ് ചെയ്തത് ഡാർക്ക് ചോക്ലേറ്റ് ട്രഫിളാണ്. ഇത്രയും കേക്കുകൾ നമുക്ക് ഉച്ചക്ക് മുമ്പ് ഡെലിവറി കൊടുക്കാനുള്ളതായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് നമുക്ക് ഉച്ചക്ക് മുമ്പ് ഡെലിവറി കൊടുക്കാനുള്ള കേക്കുകൾ. അപ്പോൾ എല്ലാം 1 kg കേക്കുകളായിരുന്നു. ഹെവി വർക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതിൽ സ്പൈഡർമാൻ്റെ കേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ചോക്ലേറ്റ് ട്രഫിളാണ്. ബാക്കിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫ്ലേവർ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ കപ്പ് കേക്കിൻ്റെ പിങ്ക് കളറിൽ ചെയ്തിരിക്കുന്ന കേക്ക് ബട്ടർ സ്കോച്ച് ഫ്ലേവർ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സാക്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ വാട്സാപ്പിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഞങ്ങളുടെ എക്സാക്റ്റ് പ്ലേസ് വരുന്നത് ആലപ്പുഴ ജില്ലയിലെ പൂച്ചാക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ചേർത്തല മുതൽ അരൂര് വരെ നമ്മൾ ഫ്രീ ഡെലിവറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർ ചാനൽ ഇൻഫോയിൽ നോക്കിയാൽ നമ്മുടെ നമ്പർ ഉണ്ടാകും. അപ്പോൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു തരും. ഇനി നമുക്ക് ഡെലിവറിക്കുള്ള ടൈമാണ്. അപ്പോൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേക്കുകളെല്ലാം സേഫായിട്ട് എല്ലാവരുടെയും വീട്ടിലെത്തിച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആഫ്റ്റർനൂൺ ചെയ്യാനുള്ള കേക്കുകളുടെ വർക്ക് ആരംഭിക്കാനായിട്ട്. അപ്പം ഇത് ഒരു 1 kg 1.5 kg സെറ്റ് ചെയ്തിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ബട്ടർഫ്ലൈ തീമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കേക്കാണിത്. ഒരു പേർപ്പിൾ ഷെയ്ഡും വൈറ്റും കൂടിയാണ് നമ്മൾ കളർ കൊടുത്തിരിക്കുന്നത്. ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ബട്ടർഫ്ലൈസ് എല്ലാം തന്നെ പേപ്പർ ടോപ്പറുകളാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പം ഈ ഒരു ബട്ടർഫ്ലൈ കസ്റ്റമൈസേഷൻ കൊണ്ട് വലിയ വ്യത്യാസം വരാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ഷുഗർ ബോൾസ് ഇടാന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഷുഗർ ബോൾസ് ഇടാന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഒരു കേക്കിൻ്റെ ലുക്ക് തന്നെ മാറ്റിമറിക്കാനുള്ള കഴിവ് ആ ഷുഗർ ബോൾസിനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാനുള്ളത് ഒരു ഹാർട്ട് ഷേപ്പിലുള്ള കേക്കാണ്. ഒരു ബർത്ത്ഡേ കേക്കാണ്. പിന്നെ ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് അവർ റെഫറൻസ് പിക്ക് തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഫ്ലേവർ ഏതാണെന്ന് എല്ലാവർക്കും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. റെഡ് വെൽവെറ്റ് ആണ് ഇതിൻ്റെ ഫ്ലേവർ വരുന്നത്. ഹാർട്ട് ഷേപ്പിലുള്ള കേക്കുകൾ നമ്മൾ മോൾഡ് വെച്ചിട്ടല്ല ചെയ്യുന്നത്. റൗണ്ട് ഷേപ്പിനെ കൺവേർട്ട് ചെയ്തിട്ട് ഹാർട്ട് ഷേപ്പ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൗണ്ട് ഷേപ്പിനെ ഹാർട്ട് ഷേപ്പ് ആക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് അറിയാത്തവർ, അറിയാൻ താല്പര്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഫിനിഷ് ചെയ്യാനുള്ളത് 2 കേക്കുകളാണ്. അപ്പോൾ അതിലൊന്ന് ഈ ഒരു റെയിൻബോ കേക്കാണ്. ഇത് നമ്മൾ ബ്ലൂ കളറിലെ ഒരു സ്കൈയുടെ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. മേഘങ്ങളും റെയിൻബോയും പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഒരു ടോപ്പറും വെച്ചിട്ടുണ്ട്. ബർത്ത്ഡേ ബോയിൻ്റെ പേര് നമ്മൾ ഫോണ്ടന്റിൽ കട്ട് ചെയ്തെടുത്തിട്ട് സൈഡിൽ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫൈനലി നമ്മുടെ കേക്ക് എന്ന് പറയുന്നത് ഈ ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ്. ഇതൊരു ബർത്ത്ഡേ കേക്കാണ്. പ്ലസ് ഇതിലൊരു വിഷും കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കേക്കുകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്